പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് 154-ാമത്തെ ദിവസം. ഇന്നു മുതൽ മിശിഹായിലേക്കുള്ള പരിശോധനാ മുനമ്പ് രണ്ടാമത്തേത് നമ്മൾ ആരംഭിക്കുകയാണ്. മെസ്സിയാനിക് ചെക്ക് പോയിന്റ് 2 മാർക്കോസിൻ്റെ സുവിശേഷമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാനായി പോകുന്നത്. ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായങ്ങൾ 1-2, സങ്കീർത്തനങ്ങൾ 11. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 1. സ്നാപകൻ്റെ പ്രഭാഷണം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രഘോഷിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷനായി. യൂദയ പ്രദേശം മുഴുവനും ജെറുസലേം നിവാസികൾ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോയി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹന്നാൻ ധരിച്ചിരുന്നത്. അവൻ്റെ അരയിൽ തോൽപ്പട്ടയും. വെട്ടുക്കിളിയും കാട്ടുതേനുമാണ് അവൻ ഭക്ഷിച്ചിരുന്നത്. അവൻ ഇപ്രകാരം പ്രഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. അന്നാളുകളിൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മരുഭൂമിയിലെ പ്രലോഭനം. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിലായിരുന്നു. അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ആദ്യ ശിഷ്യന്മാർ. അവൻ ഗലീലി കടൽത്തീരത്തുകൂടെ കടന്നുപോകുമ്പോൾ കടലിൽ വലയെറിഞ്ഞുകൊണ്ടിരുന്ന ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. എന്തെന്നാൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. തങ്ങളുടെ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വഞ്ചിയിൽ വിട്ട് അവർ അവനെ അനുഗമിച്ചു. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അവർ കഫർനാമിലെത്തി. സാബത്തിൽ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെപ്പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവരുടെ സിനഗോഗിലുണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ കോച്ചി വലിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത്? അധികാരത്തോടുകൂടെയുള്ള പുതിയ പ്രബോധനം!
അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു. അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഉടനെ ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു. യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളെക്കുറിച്ച് ഉടനെ അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരം മുഴുവൻ വാതിൽക്കൽ ഒത്തുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന ഏറെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടിച്ചെന്നു. അവനെ കണ്ടെത്തിയപ്പോൾ അവർ അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രഘോഷിക്കാനുണ്ട്. ഇതിനാണ് ഞാൻ വന്നത്. അവരുടെ സിനഗോഗുകളിൽ പ്രഘോഷിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലി മുഴുവൻ സഞ്ചരിച്ചു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കപ്പെടട്ടെ. ഉടനെ അവനിൽ നിന്ന് കുഷ്ഠം മാറി. അവൻ ശുദ്ധനാക്കപ്പെട്ടു. യേശു അവനെ താക്കീത് നൽകി പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. അവർക്ക് സാക്ഷ്യത്തിനായി നിന്റെ ശുദ്ധീകരണത്തിന് മോശ കൽപ്പിച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് ഏറെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പറഞ്ഞു പരത്താനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ആളുകളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. മർക്കോസ് അധ്യായം 2. തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പരന്നു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാത രോഗിയെ എടുത്ത് അവൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിയാതെ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാത രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം ചിന്തിക്കുന്നെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാത രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാത രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക. അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ലേവിയെ വിളിക്കുന്നു. അവൻ വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം മുഴുവൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ഇരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ അവൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു അവരോട് പറഞ്ഞു, വൈദ്യനെ കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല, പ്രത്യുത രോഗികൾക്കാണ്. ഞാൻ വന്നത് നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ്.
ഉപവാസം സംബന്ധിച്ച് തർക്കം. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹാതിഥികൾക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന നാളുകൾ വരും. ആ നാളിൽ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിപ്പിടിപ്പിച്ചത് പഴയതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ കൂടുതൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ വീഞ്ഞ് തോൽക്കുടങ്ങൾ പിളർക്കുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞാകട്ടെ പുതിയ തോൽക്കുടങ്ങളിലാണ് വേണ്ടത്. സാബത്ത് ആചരണത്തെക്കുറിച്ച് വിവാദം. ഒരു സാബത്തിൽ അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. അതിനാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. സങ്കീർത്തനങ്ങൾ 11. നീതിമാന് കർത്താവിൻ്റെ സംരക്ഷണം. ഗായക നേതാവിന് ദാവീദിൻ്റേത്. കർത്താവിലാണ് ഞാൻ അഭയം തേടുന്നത്. പക്ഷിക്കൂട്ടമേ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറക്കുവിനെന്ന് എന്നോട് നിങ്ങൾ പറയുന്നതെങ്ങനെ? ഇതാ ദുഷ്ടന്മാർ വില്ലുകുലച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയരെ ഇരുട്ടത്തെയ്യാൻ ഞാണിന്മേൽ അമ്പ് തൊടുത്തിരിക്കുന്നു. അടിത്തറകൾ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. കർത്താവ് സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികൾ മനുഷ്യമക്കളെ ദർശിക്കുന്നു. അവിടുത്തെ കണ്ണുകൾ അവരെ പരിശോധിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമകാംക്ഷിയെ അവിടുന്ന് വെറുക്കുന്നു. അവിടുന്ന് തീയും ഗന്ധകവും ദുഷ്ടരുടെ മേൽ കെണികളായി വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് തീർച്ചയായും നീതിമാനാണ്. അവിടുന്ന് നീതികൃത്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥതയുള്ളവർ അവിടുത്തെ മുഖം ദർശിക്കും. പ്രിയമുള്ളവരെ, മിശിഹായിലേക്കുള്ള രണ്ടാമത്തെ പരിശോധനാ മുനമ്പ് മർക്കോസിൻ്റെ സുവിശേഷമാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ആമുഖ ക്ലാസ് കേട്ടില്ലെങ്കിൽ, ആ ചർച്ച നിങ്ങൾ കണ്ടില്ലെങ്കിൽ ദയവായി ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയത്തെക്കുറിച്ചും മർക്കോസ് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ ആമുഖമായ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സുവിശേഷം കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം വളരെ ചെറിയ ഒരു സുവിശേഷമാണ്. ഈ സുവിശേഷത്തിലെ ഈശോയുടെ സംസാരങ്ങളെയെല്ലാം ഒരുമിച്ചെടുത്താൽ ഏതാണ്ട് 20 മിനിറ്റാണ് യേശുവിൻ്റെ സംസാരം മൊത്തത്തിലെടുത്താലുള്ളത്. ഇനി യേശു ചെയ്ത പ്രവൃത്തികളെ, മർക്കോസ് വിവരിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തികളെ ഒരുമിച്ചെടുത്താൽ അതേതാണ്ട് 3 ആഴ്ചക്കാലം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പ്രവൃത്തികളുമാണ് മർക്കോസ് സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മർക്കോസ് വായനക്കാരനോട് പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ 20 മിനിറ്റ് നേരത്തെ സംസാരവും ഏതാണ്ട് 3 ആഴ്ചക്കാലം കൊണ്ട് ചെയ്യാവുന്ന യേശുവിൻ്റെ പ്രവൃത്തികളും അറിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മേൽകീഴ് മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതം പരിപൂർണമായി മാറിമറിയും. നിങ്ങൾ ഓർക്കുക, യേശുവിനെക്കുറിച്ചല്ലാതെ ലോകത്ത് മറ്റാരെയെങ്കിലും കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ 20 മിനിറ്റ് അയാളുടെ സംസാരം ശ്രവിക്കുകയും 3 ആഴ്ചക്കാലം കൊണ്ട് ഒരാൾക്ക് ചെയ്യാവുന്ന അയാളുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറിമറിയുമെന്ന് ലോകത്ത് മറ്റേതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്താണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രമേയം? മർക്കോസ് അവതരിപ്പിക്കുന്നത് ഒരുപിടി ആശയങ്ങളല്ല, മറിച്ച് ഒരു വ്യക്തിയാണ്. അത് ആ സുവിശേഷത്തിൻ്റെ ആരംഭവാക്യത്തിലുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ദൈവപുത്രനാണ് എന്ന് ലോകത്തോട് പറയുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ്.
ദൈവപുത്രനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. ക്രിസ്തീയ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നതോ അല്ല സുവിശേഷവേല. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ലോകത്തിലേക്ക് വന്നു. പാപങ്ങൾ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും രാജാധിരാജനായി ജീവിക്കുന്നു, ഹൃദയങ്ങളുടെ രാജാവായി വരാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രഘോഷണത്തിൻ്റെ പേരാണ് സുവിശേഷം. യേശുവിൻ്റെ ചരിതമാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെടുകയാണ്. സ്നാപക യോഹന്നാനെ മർക്കോസ് അവതരിപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്. മോശ മുതൽ മലാക്കി വരെ നീണ്ട പ്രവാചക പരമ്പരകൾക്ക് ശേഷം 400 വർഷത്തേക്ക് ഇസ്രായേലിൽ ഒരു പ്രവചന സ്വരം മുഴങ്ങിക്കേട്ടിട്ടുണ്ടായിരുന്നില്ല. 400 വർഷത്തെ ദൈവത്തിൻ്റെ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകന്റെ പാദം ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ദൈവിക സ്വപ്നങ്ങളുടെ പൂർത്തീകരണമായിരുന്നു സ്നാപക യോഹന്നാൻ എന്ന ആ പ്രവാചകൻ. ദൈവിക പദ്ധതികളോട് നമ്മൾ സഹകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ളൊരു ജീവിതക്രമത്തെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ നൂറ്റാണ്ടുകൾ കാത്തിരിക്കുന്ന ദൈവിക സ്വപ്നങ്ങളുടെ പൂർത്തീകരണമായി മാറുകയാണ് നമ്മുടെ ജീവിതവും. സ്നാപക യോഹന്നാൻ്റെയും യേശുവിൻ്റെയും സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് പാപമോചനത്തിൻ്റെ അനുതാപം പ്രസംഗിച്ചുകൊണ്ടാണ്. അനുതാപമില്ലാത്ത സുവിശേഷ പ്രഘോഷണം, അനുതാപത്തെക്കുറിച്ച് പ്രഘോഷിക്കാത്ത സുവിശേഷ പ്രഘോഷണം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മറ്റൊരു ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത്. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. 4 കാര്യങ്ങളാണ്. ആദ്യത്തെ 2 കാര്യങ്ങൾ ദൈവം ചെയ്തത്, അടുത്ത 2 കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ടത്. ദൈവം ചെയ്ത 2 കാര്യങ്ങൾ സമയം പൂർത്തിയാക്കി, ദൈവരാജ്യത്തെ അടുത്തെത്തിച്ചു. മനുഷ്യൻ ചെയ്യേണ്ട 2 കാര്യങ്ങൾ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ ശുശ്രൂഷ അധ്യായങ്ങൾ 1ഉം 2ലുമായി അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം മുഴുവൻ അവതരിപ്പിക്കപ്പെടുന്നത് സമ്പൂർണമായ ഹോളിസ്റ്റിക്കായ ഒരു ശുശ്രൂഷയായിരുന്നു. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിമോചിപ്പിക്കുന്ന സുവിശേഷമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. 1ഉം 2ഉം അധ്യായങ്ങളിൽ വായിക്കുന്ന രോഗശാന്തികൾ ശരീരത്തെ വിമോചിപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. യേശു സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രസംഗിച്ചുകൊണ്ടാണ്, പ്രബോധനം നൽകിക്കൊണ്ടാണ്. പ്രബോധനം, പഠനം, പ്രഘോഷണം, പ്രസംഗം ഇതെല്ലാം മനസ്സിൻ്റെ വിമോചനമായിരുന്നു. ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതായി ഇവിടെയും തുടർന്നുള്ള സ്ഥലങ്ങളിലും കാണുമ്പോൾ അത് ആത്മീയ ലോകത്തെ അടിമത്തത്തിൽ നിന്ന്, ആത്മാവിൻ്റെ അടിമത്തങ്ങളിൽ നിന്ന് യേശു ആത്മാവിനെ വിമോചിപ്പിക്കുന്നതിൻ്റെ അടയാളമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, രോഗശാന്തി കൊണ്ട് ശരീരത്തെയും പ്രബോധനം കൊണ്ട് മനസ്സിനെയും പിശാചുകളിൽ നിന്ന് മോചിപ്പിച്ച ആത്മാവിനെയും യേശു സമ്പൂർണമായ ഒരു വിമോചനത്തിലേക്ക് നയിക്കുന്നതായിരുന്നു ക്രിസ്തു ആരംഭിച്ച ശുശ്രൂഷ. അധ്യായം 1 വാക്യം 21 മുതൽ 34 വരെ ഈശോയുടെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ടൈം ടേബിൾ കാണാനായി കഴിയും. കഫർനാമിൽ എത്തി, സാബത്ത് ദിവസമാണ്. സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. ആ പ്രബോധനത്തിന് ശേഷം അശുദ്ധാത്മാവിനെ പുറത്താക്കി. അങ്ങനെ ഏതാണ്ട് ഉച്ചയായപ്പോഴേക്കും സിനഗോഗിൽ നിന്നിറങ്ങി ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്ന ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അവളെ സുഖപ്പെടുത്തി. വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ രോഗികളെയും പിശാച് ബാധിതരെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരം മുഴുവൻ ഒരുമിച്ച് കൂടിയെന്നാണ് പറയുന്നത്. അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും അനേകം പിശാചുകളെ പുറത്താക്കുകയും ചെയ്തു. സ്വാഭാവികമായും വളരെ രാത്രി വൈകിയാവണം ഈശോ ഉറങ്ങാൻ പോയത്. 35-ാമത്തെ വാക്യം ശ്രദ്ധിക്കാനാണ് ഈ ടൈം ടേബിൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. അതിരാവിലെ അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സുദീർഘമായ, ഒരുപാട് നേരം വൈകി മാത്രം അവസാനിച്ച ഒരു ശുശ്രൂഷയ്ക്ക് ശേഷവും അതിരാവിലെ യേശു എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ, ദൈവപുത്രൻ പ്രാർത്ഥിച്ചെങ്കിൽ അത് മാതൃകയാണ്, പാഠമാണ്. നമുക്ക് ഒരു മാതൃകയാവാൻ അത് എഴുതപ്പെട്ടതാണ്.
ദൈവപുത്രനായ യേശുവിന് പോലും പ്രാർത്ഥന അത്യാവശ്യമായിരുന്നെങ്കിൽ മനുഷ്യരായ നമ്മൾ പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്നത് എത്രയോ അനാത്മീയമാണ്, എത്രയോ ദൈവഹിതത്തിനെതിരാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ക്ഷേമത്തിനും സുസ്ഥിതിക്കും എത്രയോ വിഘാതവും തടസ്സവുമാണ് നമ്മുടെ പ്രാർത്ഥനാരാഹിത്യം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ടൈം ടേബിൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. അവസാനമായി ഒരൊറ്റ കാര്യം കൂടി. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ കുഷ്ഠരോഗി നടത്തുന്ന പ്രാർത്ഥന എല്ലാ ദിനാന്ത്യത്തിലും ചൊല്ലിയിട്ട് വേണം ഉറങ്ങാനെന്ന് ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പ്രബോധനമുണ്ട്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പുതിയ നിയമം വായിക്കാൻ ഒരിക്കൽ കൂടി അവസരം തന്നതിന് നന്ദി പറയുന്നു. സുവിശേഷത്തിൽ ഈശോയെ ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. സുവിശേഷത്തിലൂടെ യേശുവിനെ ഞങ്ങൾ നേരിട്ട് പരിചയപ്പെടുകയാണ്. കർത്താവെ, ക്രിസ്തുവാകുന്ന ആ വലിയ കൃപ സ്വീകരിക്കാൻ നൽകിയ ഭാഗ്യത്തെ ഓർത്തും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന കൃപകളെ ഓർത്തും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ ശുദ്ധരാക്കാൻ കഴിയും. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അങ്ങയുടെ വിമോചനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ബൈബിളിനെ എന്ന വചനവായനാ പദ്ധതിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.